നമ്മുടെ നാട്ടിൽ ജാതി അടിമത്തത്തിൻ്റെ എല്ലാ ക്രൂരതകളും ഏറ്റുവാങ്ങിയ ഒരു സമുദായമാണ് പുലയർ എന്ന് പറയുന്ന സമുദായം. അവർ ഭരണകൂട അടിച്ചമർത്തലുകൾ, ജന്മിത്വത്തിൻ്റെയും ഭൂവുടമ സമ്പ്രദായത്തിൻ്റെയും ക്രൂരമായ രൗദ്ര സാന്നിധ്യം നമ്മുടെ നാടിൻ്റെ സാമൂഹിക ശരീരത്തെ കീറിമുറിച്ച കാലഘട്ടങ്ങളിൽ അതിൻ്റെ തിക്താനുഭവങ്ങൾ ഏറ്റുവാങ്ങിയ ഒരു സമുദായമായിരുന്നു പുലയർ. മൃഗങ്ങളെപ്പോലെ അവർ ഈ നാട്ടിൽ പണിയെടുത്തു. പലരും പണിയെടുത്ത കണ്ടങ്ങളിൽ രക്തസാക്ഷികളായി. കൂലി ചോദിക്കാൻ അനുവാദമില്ലാതെ എല്ലാ തരത്തിലുള്ള അവകാശങ്ങളും ചവിട്ടിമെതിക്കപ്പെട്ട പുലയ സമുദായം അറവ് മാടുകളെപ്പോലെ മനുഷ്യാവകാശങ്ങളുടെ പുറമ്പോക്കിൽ ജീവിതം നയിച്ചവരാണ്. എന്നാൽ പുലയരുടെ ഇന്നത്തെ അവസ്ഥ എങ്ങനെയാണ്? വിഭവങ്ങളുടെ മേലുള്ള അവരുടെ പങ്കാളിത്തം, രാഷ്ട്രീയ അധികാരത്തിന്മേലുള്ള അവരുടെ പങ്കാളിത്തം, അവരുടെ വിവിധങ്ങളായ മാനുഷിക വികാസങ്ങൾ എങ്ങനെ സംഭവിച്ചതാണ്? എല്ലാ അർത്ഥത്തിലും പൂർണ്ണമായ സ്വാതന്ത്ര്യം പുലയർ ഇന്ന് അനുഭവിക്കുന്നുണ്ടോ? അവരുടെ വിമോചന പ്രക്രിയയുടെ വഴിയിൽ അവരെ സഹായിച്ചത് ആരാണ്? അവരുടെ ജാതി പ്രശ്നങ്ങളെ അഭിസംബോധന ചെയ്തത് ആരാണ്? എല്ലാവരും വെറുത്ത പുലയരെ നെഞ്ചോട് ചേർത്ത് പിടിച്ചത് ആരാണ്? ആരാധനാലയങ്ങൾ കൊട്ടിയടയ്ക്കപ്പെട്ടപ്പോൾ വാതിലുകൾ തുറന്നുകൊടുത്ത് ഇഷ്ടദേവനെ ആരാധിപ്പാൻ അവരോട് പറഞ്ഞത് ആരാണ്? പുലയ സമുദായത്തിൻ്റെ നവോത്ഥാന പ്രക്രിയയിലെ വിമോചന പാതയിലെ അവരുടെ യാത്രയിൽ അവരോട് കരം പിടിച്ചവരെ നയിച്ചത് ആരാണ്? മിഷണറിമാർ പുലയ സമുദായത്തിൻ്റെ നവോത്ഥാനത്തിന് വേണ്ടി നടത്തിയ ഇടപെടലുകളാണ് നാം ഇവിടെ പരിശോധിക്കുന്നത്. നമ്മളങ്ങനെ നമ്മളായി. ദക്ഷിണ ഭാരതത്തിലെ ഏറ്റവും പ്രബലമായൊരു സമുദായമാണ് പുലയ സമുദായം. പുലയ സമുദായം ഈ നാട്ടിൽ ഏറ്റവും കൂടുതൽ ക്രൂരമായ ജാതീയ മർദ്ദനങ്ങൾ ഏറ്റുവാങ്ങിയ ഒരു സമൂഹമാണ്. ഇന്ന് പുലയർ രാഷ്ട്രീയാധികാരങ്ങളിൽ എത്തിയിട്ടുണ്ട്. ഭൂമിയുടെ മേലും വിഭവങ്ങളുടെ മേലും ഒരുപക്ഷെ അവർക്ക് ഭാഗികമായെങ്കിലും പങ്കാളിത്തം ഉറപ്പാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. പുതിയ ജനാധിപത്യ പ്രക്രിയയുടെ ഭാഗമായി അധികാരങ്ങളിൽ അവർക്ക് എവിടെയെങ്കിലും എത്താൻ കഴിഞ്ഞിട്ടുണ്ടാകാം. പക്ഷേ ആ പുലയരുടെ പഴയ ചരിത്രം നമുക്കറിയാമോ? നിങ്ങളതിനെക്കുറിച്ച് കേട്ടിട്ടുണ്ടോ? ആരാണ് ഈ പുലയർ? ദക്ഷിണേന്ത്യയിലെ പ്രബല സമുദായമായ ഈ പുലയ സമുദായത്തിൽ ഇന്നൊട്ടനവധി ആൾക്കാർ മഹാന്മാരായി ലോകത്തെമ്പാടും വിരാജിക്കുന്നുണ്ട്. പക്ഷേ ആ സമുദായത്തിൻ്റെ പഴയ ചരിത്രം വളരെ വേദനാജനകമായ കയ്പുനീരിൻ്റെ ചരിത്രമാണ്, കണ്ണുനീരിൻ്റെ ചരിത്രമാണ്, രക്തത്തിൻ്റെ മണമുള്ള ചരിത്രമാണ്. പുലം എന്ന് പറഞ്ഞാൽ ഭൂമി എന്നാണ്. പുലത്തിൽ പണിയെടുക്കുന്നവർ അവരാണ് പുലയർ എന്നാണ് ഒരു വിവക്ഷ. മണ്ണിൽ പണിയെടുക്കുന്നവർ, ഭൂമിയിൽ പണിയെടുക്കുന്നവർ, പുലത്തിൽ പണിയെടുക്കുന്നവർ എന്ന അർത്ഥത്തിൽ അവരെ പുലയർ എന്ന് വിളിക്കുന്നു എന്നാണ് ചില ചരിത്രകാരന്മാർ നിരീക്ഷിക്കുന്നത്. പുലയർ തന്നെ പല വിഭാഗമുണ്ട്. 14ഓളം പുലയരുണ്ടെന്ന് ചില പുസ്തകങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. കണ്ണപ്പുലയർ, പുല്ലുപുലയർ, തണ്ടപ്പുലയർ, കിഴക്കൻ പുലയർ, പടിഞ്ഞാറൻ പുലയർ, അങ്ങനെ വിവിധങ്ങളായ പുലയരുണ്ട്. അത് കേരളത്തിലെ ജാതിയുടെ ഏറ്റവും വലിയ ഒരു സവിശേഷമായ സങ്കീർണമായൊരു പ്രശ്നമാണ്. ജാതി തന്നെ വിഭാഗിക്കപ്പെടും. ഈഴവരിലും അതുപോലെ തന്നെ ഉപജാതികളുണ്ട്. നായർ സമുദായത്തിലും അതുപോലെ തന്നെ ഉപജാതികളുണ്ട്. അതുപോലെ തന്നെ തോമസ് മറ്റീർ തൻ്റെ നേറ്റീവ് ഇൻ ട്രാവൻകൂർ എന്നുള്ള ഞാൻ കണ്ട കേരളം എന്നുള്ള അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൽ ഏകദേശം 14ഓളം പുലയരെ അദ്ദേഹം രേഖപ്പെടുത്തുന്നു.
അപ്പോൾ പുലയരുടെ ഇടയിൽ തന്നെ വിവിധങ്ങളായ ഉപജാതി വിഭാഗങ്ങളുണ്ട്. വിവിധ പ്രദേശങ്ങളുമായി ബന്ധപ്പെട്ട് സവിശേഷമായ ജാതി ആവിഷ്കാരങ്ങൾ, ഉപജാതി ചിന്തകൾ പുലയരുടെ ഇടയിൽ തന്നെയുണ്ട്. ഈ പുലയരാണ് എല്ലാ കാലഘട്ടങ്ങളിലും വലിയ കഷ്ടങ്ങൾ അനുഭവിച്ചവർ. ബ്രാഹ്മണരിൽ നിന്ന് നായന്മാർ 16 അടി അകന്നു നിൽക്കണം. ബ്രാഹ്മണരിൽ നിന്ന് ഈഴവർ 32 അടി അകന്നു നിൽക്കണം. ബ്രാഹ്മണരിൽ നിന്ന് പുലയർ 64 അടിയാണ് അകന്നു നിൽക്കേണ്ടത്. 12, 32, 64 ഇതാണ് കണക്ക്. അങ്ങനെ അയിത്തം കൽപ്പിച്ച് മാറ്റി നിർത്തപ്പെട്ടവരാണ് ഈ നാട്ടിലെ പുലയർ എന്ന് നമ്മൾ മനസ്സിലാക്കും. എല്ലാ തരത്തിലുള്ള മനുഷ്യാവകാശങ്ങളും നിഷേധിക്കപ്പെട്ടവരാണവർ. മൃഗങ്ങളോടൊപ്പം, കാളയോടൊപ്പം പുലയരെ ചേർത്ത് വെച്ച് നിലമുഴുതുന്നത് നേരിട്ട് ഈ നാട്ടിലെത്തിയ മിഷണറിമാർ കണ്ടിട്ടുണ്ട്. മല്ലപ്പള്ളി നടന്ന സംഭവമാണ്. കണ്ടത്തിലെടുത്തിയാടി മുഖത്തിൽ നിന്നും കാളയുടെ മുഖത്തോട് ചേർത്ത് വെച്ച് കിട്ടിയ അടിമയെ മുഖത്തിൽ നിന്നും മിഷണറിമാർ വിമോചിപ്പിച്ചിട്ടുണ്ട്. 19-ാം നൂറ്റാണ്ടിൽ ഫ്രാൻസിസ് ബുക്കാനൻ മലബാറിലെ അടിമകളെക്കുറിച്ച് കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. മലബാറിലെ അടിമകളിൽ പുലയ അടിമകളെക്കുറിച്ച് ഡോക്ടർ ബുക്കാനൻ തൻ്റെ പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഹോമിൽട്ടനും അടക്കമുള്ള ഒട്ടനവധി എഴുത്തുകാർ പുലയ അടിമകളെ പ്രത്യേകമായി പരാമർശിച്ചിട്ടുണ്ട്. ഭാര്യയും ഭർത്താവിനെയും 2 ദിക്കിലേക്ക് പണം കൊടുത്ത് വാങ്ങിച്ചുകൊണ്ട് പോകുന്നു. കുഞ്ഞുങ്ങളെ മറ്റു ദിക്കുകളിലേക്ക് കൊണ്ടുപോകുന്നു. അങ്ങനെ ചിതറപ്പെട്ടവരും ശിഥിലീകരിക്കപ്പെട്ടവരുമായിരുന്നു പുലയ സമുദായം എന്ന് പറയുന്നത്. ജാതി അടിമത്വത്തിൻ്റെ എല്ലാ രൂക്ഷതയും എല്ലാ ദ്രംഷ്ടകളും പത്തിവിടർത്തിയാടിയ ജാതിക്കോമരങ്ങൾ. എത്രത്തോളം മർദ്ദിച്ചൊതുക്കാമോ അത്രത്തോളം ഭീകരമായ ഭയാനകമായ ഒരു ജാതി മർദ്ദനങ്ങൾ അനുഭവിച്ചവരായിരുന്നു ഈ നാട്ടിലെ പുലയർ. ഈ പുലയരെ അയിത്തം കൽപ്പിച്ച് മാറ്റി നിർത്തിയ ഈ നാട്ടിൽ അവരെ നെഞ്ചോട് ചേർത്ത് പിടിച്ചത് ഈ നാട്ടിലെത്തിയ മിഷണറിമാരാണ്. 1557 അങ്ങ് പള്ളാത്തുരുത്തിയിൽ ലാറ്റിൻ സഭയിലേക്കാണ് ആദ്യത്തെ പുലയരെ സ്നാനപ്പെടുത്തി സഭയിൽ ചേർക്കുന്നത്. പള്ളാത്തുരുത്തിയിലാണ് പുലയരെ ആദ്യമായി സ്നാനപ്പെടുത്തി ചേർക്കുന്നത്. പിന്നീട് കാളി എന്ന് പറയുന്ന ഒരു പുലയ സ്ത്രീ ലൂസിയായി മതപരിവർത്തനം ചെയ്യുന്ന ഒരു ചരിത്രം നമ്മൾ വായിക്കുന്നുണ്ട്. അത് 1850-കളിലാണ്. തൃശ്ശൂര് കുറുമ്പ എന്ന് പറയുന്ന ഒരു പുലയ സ്ത്രീ റോസിയായി മതപരിവർത്തനം ചെയ്യുന്നുണ്ട്. അങ്ങനെ വ്യാപകമായി പുലയ അടിമകൾ, പുലയ പുരുഷന്മാരും സ്ത്രീകളും ക്രിസ്തു മതത്തിലേക്ക്, ക്രിസ്ത്യാനിറ്റിയിലേക്ക്, ബൈബിളിൻ്റെ ആദർശങ്ങളിലേക്ക് ആകർഷിക്കപ്പെടുന്നതായി നാം മനസ്സിലാക്കുന്നു. പുലയരുടെ ജാതിയെ അതിൻ്റെ മൂർത്ത സാഹചര്യത്തിൽ ആദ്യമായി അഭിസംബോധന ചെയ്തത് ഈ നാട്ടിലെത്തിയ ബൈബിളിൻ്റെ പ്രചാരകരായ മിഷണറിമാർ തന്നെയാണ്. 1527 കഥയാണ് പറയുന്നത്. 1750-കളിലെ കഥയാണ് പറയുന്നത്. അയ്യങ്കാളി ജനിച്ചത് തന്നെ 1863-ലാണ്. 1850-കൾക്ക് ശേഷമാണ് സാമൂഹിക പരിഷ്കർത്താക്കൾ പലരും ജനിച്ചതും. മഹാനായ അയ്യങ്കാളിയും KP വള്ളവൻ, കുറുമൻ ദൈവത്താൻ, ചാത്തൻ മാസ്റ്റർ, പാമ്പാടി ജോൺ ജോസഫ്, TKC വടുതല, ഇവരൊക്കെ പുലയ സമുദായത്തിന് വേണ്ടി നടത്തിയിട്ടുള്ള സമരങ്ങളെ, പോരാട്ടങ്ങളെ, പ്രജാസഭയിലെ പ്രഭാഷണങ്ങളെ ചെറുതായി ഞാൻ കാണുന്നില്ല. പക്ഷേ അതെല്ലാം 1850-കൾക്ക് ശേഷമാണ്. ഞാൻ പറഞ്ഞല്ലോ, മഹാനായ അയ്യങ്കാളി ജനിച്ചത് തന്നെ 1863-ലാണ്. പക്ഷേ 1500-കൾക്ക് ശേഷം തന്നെ പുലയരുടെ പ്രശ്നങ്ങളെ അഭിസംബോധന ചെയ്യാൻ മിഷണറിമാർക്ക് കഴിഞ്ഞു എന്ന് പറയുമ്പോൾ അവരുടെ ജാതിയെ, അയിത്തത്തെ, ജാതി മർദ്ദനങ്ങളെ, അവരനുഭവിച്ച ക്രൂരമായ ഭയാനകമായ വിവേചനങ്ങളെ കൃത്യമായി
ബൈബിൾ അഡ്രസ്സ് ചെയ്തു, അല്ലെങ്കിൽ മിഷണറിമാർ അഭിസംബോധന ചെയ്തു എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. പിന്നീട് വ്യാപകമായി ക്രിസ്ത്യാനിറ്റിയിലേക്ക് അവർ ആകർഷിക്കപ്പെടുകയാണ്. മുണ്ടക്കയത്ത് ഹെൻറി ബേക്കർ പുലയ അടിമകളെ തന്നോടൊപ്പം ചേർത്ത് പിടിക്കുന്നു. മല്ലപ്പള്ളിയിൽ ജോൺ ഹോക്സ്വർത്ത് എന്ന് പറയുന്ന മിഷണറിയെ പുലയരുടെ അപ്പോസ്തലൻ എന്നാണ് അറിയപ്പെട്ടുകൊണ്ടിരുന്നത്. സാമുവേൽ മെറ്റീറിനെ പുലയപ്പാതിരി എന്നാണ് അറിയപ്പെട്ടുകൊണ്ടിരുന്നത്. അങ്ങനെ പുലയരുടെ ഇടയിൽ മാത്രം പ്രവർത്തിച്ച മിഷണറിമാരായിരുന്നു അവർ എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. നെടുങ്കുന്നത്ത് ആദ്യത്തെ സ്നാനം നടക്കുകയാണ് പുലയരെ ചേർത്തുകൊണ്ടാണ്. അങ്ങനെ ഒട്ടനവധി മിഷണറി പ്രവർത്തനങ്ങൾ നമുക്കറിയാം. അങ്കമാലിയിൽ 1900 ബ്രദറൻ സഭകൾ വരുന്നത്. അങ്കമാലിയിലെ ആദ്യത്തെ സ്നാനം തന്നെ ഒരു പുലയ യുവാവിനെ സ്നാനപ്പെടുത്തി, നോയൽ സായിപ്പ് തൻ്റെ 2ാമത്തെ മകനെയും ചേർത്ത് സ്നാനപ്പെടുത്തുന്ന ആദ്യത്തെ സ്നാനം ഒരു പുലയ യുവാവിനെ സ്നാനപ്പെടുത്തുകയാണ്. അങ്കമാലിയിലെ സ്നാനമെന്ന് പറയുന്നു. നെടുങ്കുന്നത്തും മുണ്ടക്കയത്തും മല്ലപ്പള്ളിയിലും പള്ളാത്തുരുത്തിയിലും ആലപ്പുഴയിലുമൊക്കെ 100 കണക്കിന് പുലയരാണ് ക്രിസ്ത്യാനിറ്റിയിലേക്ക് ചേർക്കപ്പെട്ടത്. ഗാർഹിക അടിമകൾ ജന്മിമാരുടെയും തമ്പുരാക്കന്മാരുടെയും വീടുകളിൽ അടിമപ്പണി ചെയ്തുകൊണ്ടിരുന്ന ഡൊമസ്റ്റിക് സ്ലേവ്, ഗാർഹിക അടിമകൾ ചങ്ങലകളെ പൊട്ടിച്ചുകൊണ്ട് ഹെൻറി ബേക്കറിൻ്റെയും തോമസ് നോട്ടൻ്റെയും ജോൺ ഹോക്സ്വർത്തിൻ്റെയും ജോൺ കെയ്ലിയുടെയും പെയിൻറ്ററിൻ്റെയും ഇങ്ങനെ ഒട്ടനവധി മിഷണറിമാരുടെ അടുക്കിലേക്ക് ആൾക്കൂട്ടം ആരവത്തോടെ ഓടിയെത്തുകയാണ്. കാരണം അവർക്ക് ഈ ചങ്ങലകളെ തകർക്കണം. ഈ ജാതി അടിമത്തത്തിൽ നിന്നും അതിൻ്റെ ക്രൂരമായ മർദ്ദനങ്ങളിൽ നിന്നും അവർക്ക് എന്നേക്കൊരു വിമോചനമുണ്ടാകണം. ആ നവോത്ഥാനത്തെ, ആ വിമോചന പ്രക്രിയയെ കൃത്യമായി അഭിസംബോധന ചെയ്യാൻ ബൈബിളിൻ്റെ വിമോചന അർത്ഥശാസ്ത്രത്തിന് കഴിഞ്ഞു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട വസ്തുത. നിങ്ങൾ കേട്ടിട്ടുണ്ടോ ഫാദർ കൈറോണിയെക്കുറിച്ച്? ഫാദർ കൈറോണി മലബാറിൽ മലബാർ പുലയ മിഷൻ സ്ഥാപിച്ച വ്യക്തിയാണ്. 1930-കൾക്ക് ശേഷം കൃത്യമായ ഇടപെടലാണ് അദ്ദേഹം നടത്തിയത്. ആ മിഷൻ്റെ പേര് പുലയ മിഷൻ എന്നാണ്. കണ്ണൂരിലും പരിസര പ്രദേശങ്ങളിലും വ്യാപകമായ പ്രവർത്തനമാണ് ഫാദർ കൈറോണി നടത്തിയത്. വെള്ളപ്പൊക്ക കാലഘട്ടങ്ങളിൽ, പ്ലേഗ്, വസൂരി ഇതൊക്കെ പടർന്നു പിടിച്ച കാലഘട്ടങ്ങളിൽ വെള്ളത്തിൽ നീന്തിയാണ് വീടുകളിൽ മരുന്നുമായി ഫാദർ കൈറോണി എത്തിയത്. ഫാദർ പീറ്റർ കൈറോണി വസൂരിക്ക് മരുന്നുമായി വീടുകളിലെത്തുന്നു. അതുപോലെ തന്നെ വെള്ളപ്പൊക്കത്തിൽ അകപ്പെട്ടുപോയ ആൾക്കാരെ രക്ഷിക്കാൻ വേണ്ടി വീടുകളിൽ നീന്തിയെത്തുന്നു. അങ്ങനെ വ്യാപകമായി പുലയ സമുദായത്തിൽ നിന്നും 10 അധ്യാപകരെങ്കിലും ഉണ്ടാകണമെന്ന് സ്വപ്നം കണ്ട വ്യക്തിയായിരുന്നു ഫാദർ പീറ്റർ കൈറോണി. ഈ സമുദായത്തിൽ നിന്ന് ഒരു 10 അധ്യാപകരെ ഉണ്ടാകണം. നിങ്ങൾ കേട്ടിട്ടുണ്ടാകും, എൻ്റെ സമുദായത്തിൽ നിന്ന് 10 BA-ക്കാരുണ്ടാകണം എന്ന് അയ്യങ്കാളി പറഞ്ഞതിനെക്കുറിച്ച്. അതുപോലെയുള്ള വാക്കാണ്. അത് പറയുന്നത് 1936-കളിലാണ്. പക്ഷേ 1930-കളിൽ തന്നെ പീറ്റർ കൈറോണി പറയുകയാണ്, ഒരേ സമുദായത്തിൽ നിന്നും 10 അധ്യാപകരെങ്കിലും ഉണ്ടാകണം. ഇതായിരുന്നു മിഷണറിമാർക്ക് പുലയ സമുദായത്തിലുള്ള കാഴ്ചപ്പാട്. എല്ലാ തരത്തിലുള്ള മർദ്ദനങ്ങൾ അനുഭവിച്ച് അടിമകളെപ്പോലെ പണിയെടുത്ത ഈ സമുദായത്തെ ഉദ്ധരിക്കുക എന്നുള്ളത് വിശ്വമാനവികതയുടെ, മനുഷ്യത്വത്തിൻ്റെ, നവോത്ഥാനത്തിൻ്റെ ഒരു പ്രതീകമാണ്. ഒരു പ്രചാരവേലയായി അവർ കണ്ടു എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതായിട്ടുണ്ട്. പുലയ സമുദായം ഇന്നൊട്ടനവധി നേട്ടങ്ങൾ കൈവരിച്ചിട്ടുണ്ട്. രാജ്യത്തിൻ്റെ, രാഷ്ട്രത്തിൻ്റെ പ്രധാനപ്പെട്ട താക്കോൽ സ്ഥാനങ്ങളിൽ അവർ എത്തിയിട്ടുണ്ട്. ഭരണകൂടത്തിൻ്റെ ജനപ്രാതിനിധ്യ സഭകളിൽ, ജുഡീഷ്യറിയിൽ, സിവിൽ സർവീസിൽ, വിവിധങ്ങളായ നിലകളിൽ അവർ എത്തപ്പെട്ടിട്ടുണ്ട്. പക്ഷേ ആരും ഗൗനിക്കാതിട്ടിരുന്ന ഈ സമുദായത്തെ ലിബർ ഡെമോക്രസി രാജ്യത്ത് വരുന്നതിന് മുമ്പ്, ഈ രാജ്യം സ്വതന്ത്രമാകുന്നതിന് മുമ്പ്, ഈ രാജ്യത്ത് ഒരു ഭരണഘടന എത്തുന്നതിന് മുമ്പ്, നമ്മുടെ നാട്ടിൽ മനുഷ്യാവകാശത്തെക്കുറിച്ച് ചർച്ച ചെയ്യുന്നതിന് മുമ്പ്, ഈ നാട്ടിൽ പുലയരുടെ സ്വാതന്ത്ര്യത്തെക്കുറിച്ചും അവരുടെ മനുഷ്യാവകാശത്തെക്കുറിച്ചും അവരുടെ സമത്വത്തെക്കുറിച്ചും
അവർ എല്ലാ മനുഷ്യരെ പോലെ തുല്യമായി പരിഗണിക്കപ്പെടേണ്ടവരാണ്. അവരെല്ലാ മനുഷ്യരെ പോലെ തുല്യമായി അംഗീകരിക്കപ്പെടേണ്ടവരാണ് എന്ന് പറഞ്ഞ ആളുകളായിരുന്നു മിഷണറിമാർ. ദ പുലയാസ് ഓഫ് ട്രാവൻകൂർ എന്ന് പറഞ്ഞൊരു പുസ്തകമുണ്ട്. A.F. പെയിൻഡർ, മിഷണറി A.F. പെയിൻഡർ എഴുതിയ ദ പുലയാസ് ഓഫ് ട്രാവൻകൂർ. അതിനകത്ത് വളരെ കൃത്യമായി ഇത് അവതരിപ്പിച്ചിട്ടുണ്ട്. വർത്തമാനകാല കേരളത്തിലെ എഴുത്തുകാരായ T.M. യേശുദാസൻ, പോൾ ചിറക്കലോട്, അതുപോലെ തന്നെ ഡോക്ടർ വിനിൽ പോൾ, ഡോക്ടർ സനൽ മോഹൻ, അദ്ദേഹത്തിൻ്റെ മോഡേണിറ്റി ഇൻ സ്ലേവറി, അതാണ് അടിമത്തത്തെ കൃത്യമായി അഭിസംബോധന ചെയ്ത, ജാതി അടിമത്തത്തെ കൃത്യമായി അഭിസംബോധന ചെയ്തൊരു പുസ്തകമാണ് മോഡേണിറ്റി ഇൻ സ്ലേവറി. ആ പുസ്തകം അടക്കം വളരെ കൃത്യമായി ജാതി അടിമത്തത്തിൽ എങ്ങനെയാണ് പുലയ സമുദായം ക്രൂരമായി ചതച്ചരയ്ക്കപ്പെട്ടത് എന്ന് വിശദീകരിക്കുന്നുണ്ട്. ആ പ്രശ്നങ്ങളെ അതിൻ്റെ ദാർശനികമായ തലത്തിൽ അഭിസംബോധന ചെയ്യാൻ ഇവിടെ എത്തിയ മിഷണറിമാർക്ക് കഴിഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. അങ്ങനെ ഇഷ്ടം പോലെ ആളുകൾ, ഞാൻ പറഞ്ഞല്ലോ, പള്ളാത്തുരുത്തി മുതൽ നെടുങ്കുന്നത്തും മല്ലപ്പള്ളിയിലും മുണ്ടക്കയത്തും ഒക്കെ പള്ളത്ത് താമസിച്ചുകൊണ്ടിരുന്ന മിഷണറിയുടെ അടുക്കൽ ഓടി വന്ന പുലയടിമകൾ പറയുകയാണ്, ഞങ്ങൾക്ക് സ്വാതന്ത്ര്യം നൽകണമെന്ന്. അദ്ദേഹം പറയുന്നു, എന്നെ കാണാൻ വന്നവർക്ക് വസ്ത്രങ്ങളില്ലായിരുന്നു, ഇലകൾ കൊണ്ടവർ നഗ്നത മറച്ചിരുന്നു, കാലിൽ ചങ്ങല കടന്നിരുന്നു, പലരുടെയും കാലിൽ നിന്ന് രക്തമൊലിക്കുന്നുണ്ടായിരുന്നു. ഈ അടിമകളെയെല്ലാം ജ്ഞാനസ്നാനം നൽകി ക്രൈസ്തവ സഭയുടെ ഭാഗമാക്കി ചേർത്ത് അവരെ ഒരുമിച്ചിരുത്താൻ വേണ്ടി കഴിഞ്ഞു എന്നുള്ളതാണ്. അതുപോലെ അടിമകളുടെ ഗോഡൌണിൽ പണിയെടുത്തുകൊണ്ടിരുന്ന പുലയടിമകൾ, അവർക്ക് വേണ്ടി ശനിയാഴ്ച പ്രത്യേകമായ പ്രാർത്ഥനാ യോഗങ്ങൾ, അവർക്ക് ഡിസംബർ 26 പ്രത്യേകമായ ക്രിസ്തുമസിൻ്റെ ദിനങ്ങൾ, ഇതെല്ലാം അനുവദിച്ചുകൊണ്ട് അവരുടെ പ്രശ്നങ്ങളെ അഭിസംബോധന ചെയ്യാനും എല്ലാവരോടൊപ്പം സന്തോഷിപ്പാൻ, സ്വപ്നം കാണാൻ, വിമോചനം സ്വപ്നം കാണാൻ ആ സമുദായത്തിന് അവസരം നൽകിയത് ഇവിടെത്തിയ മിഷണറിമാരാണ്. നമുക്കറിയാം, തോമസ് വൈദ്യരെ പോലുള്ള ആൾക്കാർ അയ്യങ്കാളിക്ക് എങ്ങനെയാണ് പ്രചോദനമായി തീർന്നത്, എങ്ങനെയാണ് സ്കോട്ടിഷ് മിഷണറിമാർ, എങ്ങനെയാണ് മഹാത്മാഭൂലയ്ക്കും ഡോക്ടർ അംബേദ്കറിനും പ്രചോദകമായി തീർന്നത്. അതുപോലെ തന്നെയാണ് എല്ലാ വിമോചന പ്രവർത്തകരുടെയും പിന്നിലെ പ്രചോദകം എന്ന് പറയുന്നത്, അവരെ പ്രചോദിപ്പിച്ച പ്രേരക ഘടകം എന്ന് പറയുന്നത് ഈ ബൈബിളിൻ്റെ പ്രചാരകർ മുന്നോട്ട് വെച്ച ആശയങ്ങളും ദർശനങ്ങളുമാണ് എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് പുലയ സമുദായം ഏറ്റവും ചവിട്ടിയരയ്ക്കപ്പെട്ടവരാണ്. പുലയ സമുദായം ക്രൂരമായ, തീഷ്ണമായ അടിച്ചമർത്തലുകൾക്കും പാർശ്വവൽക്കരണത്തിനും ഇടയായിത്തീർന്ന് സമസ്ത പൗരാവകാശങ്ങൾ നിഷേധിക്കപ്പെട്ട് സമൂഹത്തിൻ്റെ ഓരങ്ങളിലേക്ക് അരികൊൽക്കരിക്കപ്പെട്ടു പോയ ഒരു പ്രാന്ത സമൂഹമാണ്. അവരെ ചേർത്ത് പിടിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ബൈബിളിൻ്റെ മാനവികത. അവരെ ചേർത്ത് പിടിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് സുവിശേഷത്തിൻ്റെ മനുഷ്യത്വം. അവരെ നെഞ്ചോട് ചേർത്ത് പിടിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് മിഷണറിമാർ കാണിച്ച ആ സമത്വസുന്ദരമായ അവരുടെ പാവപ്പെട്ടവരുള്ള ഐക്യദാർഢ്യം. ദരിദ്രന്മാരുടെ സുവിശേഷം അറിയിപ്പാൻ യഹോവയുടെ ആത്മാവ് എൻ്റെ മേലുണ്ട് എന്ന് പറഞ്ഞ ക്രിസ്തുവിൻ്റെ സ്നേഹമാണ് ഇതൊക്കെ ചെയ്യാൻ ബൈബിളിൻ്റെ പ്രചാരകരെ പ്രേരിപ്പിച്ചത്, മിഷണറിമാരെ പ്രേരിപ്പിച്ചത്. അതുകൊണ്ട് മണ്ണിൽ പണിയെടുത്ത പുലയ സമുദായം, കൂലി ചോദിച്ചതിൻ്റെ പേരിൽ കണ്ടത്തിലെ ചേറ്റിൽ ചവിട്ടിത്താഴ്ത്തപ്പെട്ട പുലയ സമുദായം, അവകാശങ്ങൾ ചോദിക്കാൻ അനുവാദമില്ലാതെ ജന്മിമാരുടെയും ഭൂപ്രഭുക്കന്മാരുടെയും വീടിൻ്റെ പിന്നാമ്പുറങ്ങളിൽ അറവുമാടുകളെപ്പോലെ ജീവിക്കാൻ വിധിക്കപ്പെട്ട പുലയ സമുദായം, മനുസ്മൃതിയുടെയും വേദങ്ങളുടെയും ജനാധിപത്യ വിരുദ്ധവും മനുഷ്യത്വ വിരുദ്ധവുമായ എല്ലാ നീതിസാരങ്ങളുടെയും ക്രൂരമായ ധർമ്മിഷ്ഠകൾ കൊണ്ട് അടിച്ചമർത്തപ്പെട്ട പുലയ സമുദായം സന്തോഷിച്ചത്, വെളിച്ചം കണ്ടത് ഈ ബൈബിളിൻ്റെ വിമോചന സന്ദേശത്തിൻ്റെ പാതയിലാണ്. അതിനുവേണ്ടി അഗ്രഗാമികളായ പ്രചാരകരായ ബൈബിളിൻ്റെ ദാർശനികരെ പ്രേരിപ്പിച്ചത് ക്രിസ്തുവിൻ്റെ സ്നേഹമാണ്. ആ പുലയ സമുദായം ഇന്ന് കൂടുതൽ സന്തോഷം അനുഭവിക്കുന്നു,
കൂടുതൽ സാമൂഹ്യ പദവി അവർ പ്രാക്ടീസ് ചെയ്യുന്നു. കൂടുതൽ ജീവിതത്തിൽ പദവികളും സ്ഥാനങ്ങളും അവർ അലങ്കരിക്കുന്നു. പക്ഷേ അവർ പിന്നിട്ട പാത കണ്ണുനീരിൽ കുതിർന്നതായിരുന്നു. അവർ പിന്നിട്ട പാത ദുർഘടമേറിയതായിരുന്നു. കല്ലും മുള്ളും നിറഞ്ഞതായിരുന്നു. ആ വഴിയാത്രയിൽ അവരെ കരം പിടിച്ചതും നയിച്ചതും നവോത്ഥാനത്തിന് തുടക്കം കുറിച്ച ഈ നാട്ടിലെത്തിയ ബൈബിളിൻ്റെ പ്രചാരകരായ മിഷണറിമാരാണ്. അത് ചെയ്യാൻ അവരെ പ്രേരിപ്പിച്ചത് വിശ്വവിമോചകനായ ക്രിസ്തുവിൻ്റെ സ്നേഹമാണ്. ആ ചരിത്രം നാം അറിയാതിരിക്കരുത്. അങ്ങനെയാണ് പുലയർ ഇന്ന് മനുഷ്യരായി മാറിയത്. അടിമവർഗം ഇന്ന് അധികാരവർഗമായി മാറിയത്.